സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും പി.സി. ജോർജിനുമെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. കെ.ടി. ജലീൽ നൽകിയ പരാതിയിലായിരുന്നു നേരത്തെ കേസെടുത്തത്. വി അരുൺ ചേരുന്നു. അരുൺ, ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്ന ആക്ഷേപം എന്താണ്? ഇതിൽ ജലീലിന്റെ ആക്ഷേപം ആ രീതിയിൽ തന്നെ ശരിവെക്കുന്ന തരത്തിലാണോ കുറ്റപത്രം ക്രൈംബ്രാഞ്ചിന്റെ? സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. സ്വപ്ന സുരേഷിനും പി.സി. ജോർജിനും എതിരായ കുറ്റപത്രമാണ്, ആ കേസിലെ കുറ്റപത്രമാണ് തയ്യാറായിട്ടുള്ളത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ആരോപണം. വ്യാജ ആരോപണങ്ങൾക്കും ഗൂഢാലോചനയ്ക്കും പിന്നിൽ പി.സി. ജോർജ് എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞത്. ആ പരാതി അന്വേഷിച്ച് ആരോപണങ്ങൾ ശരിവെച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷും പി.സി. ജോർജുമാണ് ഈ കേസിലെ പ്രതികൾ. ഇതാണ് സാഹചര്യം. അരുണ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയം ഉന്നയിക്കപ്പെടുകയാണല്ലോ. ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ ഏറ്റവും അധികം കുഴക്കിയ ഒരു പ്രതിസന്ധിയായിരുന്നു ഇത്. അതിനെ മറികടന്നുകൊണ്ടാണ് പിന്നീട് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. വീണ്ടും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന സർക്കാരിനെതിരെ നടന്നു എന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം വരുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വിവാദങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണല്ലേ? തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ തന്നെ അത്തരമൊരു ആരോപണം സർക്കാർ കേന്ദ്രങ്ങളും CPM-ഉം ഒക്കെ ഉന്നയിച്ചതാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസ് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും CPM അന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ അന്ന് തയ്യാറായത്. ആ പരാതി ശരിവെച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ വാദങ്ങളിലേക്ക് അടക്കം സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ വീണ്ടും ഇത് ചർച്ചയായി നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. മറ്റു നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ ഇപ്പോൾ പൊതുമണ്ഡലത്തിലുണ്ട്. അതിന് പുറമെ ഈ വിഷയം കൂടി ചർച്ചയായി വരുമോ എന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈ കുറ്റപത്രം. എന്തായാലും സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും ഒപ്പം പി.സി. ജോർജിനുമെതിരെയാണ് സർക്കാരിനെതിരെ കലാപശ്രമം നടത്തി മുഖ്യമന്ത്രിക്കെതിരെ ബോധപൂർവമായി നീക്കം നടത്തി എന്നതാണ് ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം.